ഈ കേന്ദ്ര ഏജൻസികൾക്ക് ഇപ്പോൾ കേരളത്തിൽ പിടിപ്പത് പണിയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ വീണ വിജയൻ്റെ സംഘത്തിൻ്റെയും എന്താണ് അക്കൗണ്ട് അന്വേഷിച്ച് വന്ന് തിരുവനന്തപുരത്ത് വന്നതുപോലെ ED റെയ്ഡ്. ഇപ്പോൾ NIA മലബാർ മേഖലയിലെ 4 ജില്ലകളിൽ വൻതോതിലുള്ള റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വൻതോതിൽ സ്ഫോടക വസ്തു ശേഖരം കുറേ നാൾ മുമ്പ് പിടിച്ചതുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ഈ 4 ജില്ലകളിലാണ് ഇതുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് പഴയ കണക്ക് നമ്മൾ പരിശോധിക്കുകയായിരുന്നു. അത് ഒരു ലോറി നിറയെയാണ് ഈ സാധനം വന്നത്. നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുമോ ഇത് ഒരു ലോറി നിറയെ സ്ഫോടക വസ്തു? അതാ പിന്നെ കിരീടം സിനിമയിൽ ജഗതി പറയുന്ന ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. സേതുവിൻ്റെ ബന്ധുക്കളും കൂടെ വന്നാൽ ഇവിടെ ഒരു ലോഡ് ഇത് ഒരു ലോഡ് സ്ഫോടക വസ്തുവാണ് ഈ വന്ന് ഇരിക്കുന്നത്. അതിനകത്ത് ഒന്ന് ആലോചിക്കണം, ഇത് കഴിഞ്ഞ ഫെബ്രുവരി 7-നാണ് ഇത് പിടിക്കുന്നത്. ഇതിനകത്ത് കുറേ പ്രതികളെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എന്താണ് ഇത്രയും വലിയ സ്ഫോടക വസ്തു വന്നിട്ട് എന്തുകൊണ്ട് NIA ഇത്രയും താമസിച്ചു എന്നുള്ളതാണ് നമ്മുടെ സംശയം. ഫെബ്രുവരി 7-ന് ചെമ്മാട് കോഴിക്കോട് റോഡിലെ ഫർഹ ഹോളോബ്രിക്സ് കമ്പനിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന ലോറിക്കുള്ളിൽ രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിടിക്കുന്നു. അപ്പോൾ നോക്കിയാൽ എന്തൊക്കെയാണെന്ന് 448 പെട്ടിയിലായിട്ട് 89,600 ജെലാറ്റിൻ സ്റ്റിക്ക്, സ്ഫോടനത്തിന് ഉപയോഗിക്കുന്ന 10,500 നോൺ ഇലക്ട്രിക് ഷോക്ക് ട്യൂബ് ഡിറ്റണേറ്റർ. അപ്പോൾ ഇത്രയാണ് ഈ വണ്ടിക്കകത്ത്, ഈ ഒളിപ്പിച്ച് വെച്ച വണ്ടിയാണ്. ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ ബീജാപ്പൂർ, അത് കർണാടക ബീജാപ്പൂരിൽ നിന്നാണ് ഈ സംഭവം കൊണ്ടുവരുന്നത്. ഇത് ക്വാറിയിലേക്ക് കൊണ്ടുവന്നതാണ്. അനധികൃതമായിട്ട് ക്വാറി പ്രവർത്തിക്കുന്നുണ്ട് അവിടെ. അനധികൃത ക്വാറിയാണെന്നുള്ള ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ക്വാറികൾക്ക് തന്നെയാണെന്നുള്ള ഇതിന് കൂടുതൽ അന്വേഷണം. അതെ. അപ്പോൾ എന്താണ് ഈ അനധികൃത ക്വാറിക്ക് വേണ്ടി എത്തിയതെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം, പോലീസിന്റെ കണ്ടെത്തലും അങ്ങനെയാണ്. പക്ഷേ NIAക്ക് എന്തോ സംശയം. കാരണം ഫെബ്രുവരി 7 കഴിഞ്ഞു, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ആകാൻ പോകുന്നു. 3 4-ാമത്തെ മാസത്തിലേക്ക് കടക്കുന്നു. ഇപ്പോഴാണ് NIA വരുന്നത്. NIA വന്നിട്ട് പിന്നെ രാവിലെ 5 മണി തൊട്ട്, ഇവരെ റെയ്ഡ് സമയം പുലർച്ചെ 5 മണി തൊട്ട് ഒരേ സമയം തുടങ്ങി. അതായത് എരഞ്ഞിമാവ് സ്വദേശി ഹാരിസ് വീട്ടിൽ അയാൾക്ക് സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ തിരൂരങ്ങാടിയിലെ ഗോഡൗൺ, അതുപോലെ ലോറി ഉടമയുടെ ഭാര്യ വീട്ടിലും കോഴിക്കോട്ടെ മുക്കത്തെ വ്യക്തിയുടെ സ്ഥാപനത്തിലും പരിശോധന നടത്തി. ചിറ്റാരിക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കടുമേനി സ്വദേശി സജിയുടെ വീട്ടിലും ക്വാറിയിലും പരിശോധന. സജിയുടെയാണ് ഈ അനധികൃത ക്വാറി. കണ്ണൂർ ചെറുപുഴ ചുണ്ടയിൽ അനിൽകുമാറിൻ്റെ വീട്ടിലും ഇത് റെയ്ഡ് നടന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇത്, തിരൂരങ്ങാടിയിലാണ് ഇത് പിടിക്കുന്നത്. ചെപ്പാടെന്ന് പറയുന്ന സ്ഥലം തിരൂരങ്ങാടി. അപ്പോൾ ഇത് ഉള്ളി കയറ്റിക്കൊണ്ട് വന്ന ലോറിയായിരുന്നു. അതാണ് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത് കാര്യം. ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ പലവ്യഞ്ജന സകല സാധനങ്ങളും കേരളത്തിലേക്ക് എത്തുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ കയറ്റിക്കൊണ്ട് ഇത്തരത്തിലുള്ള പല സാധനങ്ങളും നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്ന് നേരത്തെ വ്യാപകമായ ആരോപണങ്ങൾ വരുന്നിട്ടുണ്ടായിരുന്നതാണ്. ഇതിനകത്ത് എന്താ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്നറിയും. യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഈ ഡിറ്റണേറ്റർ പിടിച്ചു, ഇത്രയും വലിയ സ്ഫോടക വസ്തു ശേഖരം പിടിച്ചു. സ്വാഭാവികമായിട്ട് കേരള പോലീസ് അന്വേഷിച്ചപ്പോൾ അവർക്ക് ഏതായാലും മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അവർ ഈ ബീജാപ്പൂരിൽ നിന്ന് പച്ചക്കറി ലോറിക്കകത്ത് കൊണ്ടുവന്നു. ഈ 448 പെട്ടിക്കകത്ത് 89,600 ജെലാറ്റിൻ സ്റ്റിക്കും 10,500 ഡിറ്റണേറ്ററുമാണ് കണ്ടെത്തിയത്. ഈ കണ്ടെത്തിയ സാധനം ഇതിൻ്റെ ശരിക്കുള്ള ഉറവിടം എവിടെ, ഇത് എന്തിനു വേണ്ടി കൊണ്ടുവന്നു, ഇവർ പാറമടയ്ക്ക് കൊണ്ടുവന്നു എന്നും പറഞ്ഞതങ്ങ് വിട്ടു. പക്ഷെ അങ്ങനെയല്ല, ഇത് കണക്കിൽപ്പെടാത്തതെന്ന് പറഞ്ഞാൽ ഒരു ലോഡ് സ്ഫോടക വസ്തു നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ. അപ്പോൾ കേരള പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകാത്ത അവസ്ഥ വന്നപ്പോഴാണ് ഈ മെയ് ആദ്യം ഇതിനെക്കുറിച്ച് അന്വേഷണം വന്നല്ലോ. മേളിൽ നിന്ന് അന്വേഷണം ചോദിക്കുമല്ലോ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതേക്കുറിച്ച് ചോദിക്കും. അപ്പോൾ ചോദിച്ചപ്പം ഈ മേളിൽ നിന്ന് ചോദിച്ചപ്പോൾ മേളിൽ നിന്ന് ഇവിടുന്ന് ഒരു വ്യക്തമായ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു തുടരന്വേഷണത്തിനും അവർക്ക് സാധിക്കുന്നില്ല. ഇവരെ തുടരന്വേഷണം അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പം NIA ഇറങ്ങി ഇത്രയും സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയിരിക്കുന്നത്. എന്തോ വിഷയം ഇതിനകത്ത് NIAയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് കേരള പോലീസിന് ഇത് ചെയ്തു. പിന്നെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു കേരള പോലീസ് ഇതിൽ ഭയന്ന് കാണും. ഇതിൻ്റെ പിന്നിലുള്ള കഥകൾ എന്തൊക്കെയാണെന്നും നമുക്കറിയാം. ഇതിൻ്റെ പിന്നിലുള്ള ആരാണ്, ഇതൊക്കെ അതാണ്. മുമ്പ് നമുക്കറിയാം കേരളത്തിൽ NIA റെയ്ഡിനെത്തി പോപ്പുലർ ഫ്രണ്ട് ആരെല്ലാം പിടിച്ചുകൊണ്ട് പോയപ്പോഴും കേരള പോലീസിന് ഒരു വിവരം അറിയിച്ചിട്ടില്ല. അവർ നേരിട്ട് വന്ന് അതിരാവിലെ വന്ന് ഇവരെല്ലാം വീടുകളിൽ കയറി പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അപ്പോൾ ഈ കേരള പോലീസിൽ എന്താണ് ഈ ഇത്തരം സംഘടനകളുമായി ബന്ധമുള്ള ചില ആളുകൾ പോലും ഉണ്ടെന്ന് വ്യാപകമായ ആരോപണം വരും. ചിലർ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിട്ടുള്ള അനുഭവങ്ങളൊക്കെ. ഈ നമ്മുടെ നാട്ടിലെ തീവ്രവാദങ്ങളെ
പ്രോത്സാഹിപ്പിക്കുന്ന വിഭാഗങ്ങളിൽ ചെന്ന് പരിശീലനം കൊടുത്ത പോലീസുകാർ പോലും കേരള പോലീസിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇതെന്തോ വളരെ ദുരൂഹമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് വെല്ലുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം കേരളത്തിൽ ഒരു സമാധാനമായി ജീവിക്കുന്ന സംസ്ഥാനമായിട്ട് പലപ്പോഴും തീവ്രവാദ സംഘടനകൾ ലക്ഷ്യമിടുന്ന ഒരു സ്ഥലം കേരളമാണ്. ഇതിപ്പോൾ നമുക്കറിയാവുന്നത് ഇത് ബീജാപ്പൂരിൽ നിന്ന് പച്ചക്കറി വണ്ടി കൊണ്ടുവന്നു. ഈ അതിനുശേഷം ഇത് ബീജാപ്പൂരിൽ എങ്ങനെ വന്നു എന്നുള്ളത് അല്ല, അതാണ് ചോദ്യം. ബീജാപ്പൂരിൽ ഇത് എങ്ങനെ എത്തി? എങ്ങനെ വന്നു? സ്വന്തം പ്രൊഡക്ഷനാണോ ബീജാപ്പൂരിൽ, അതായത് വേറെ എവിടെ നിന്ന് കൊണ്ടുവന്നതാണോ? അതായത് ഇപ്പം നമുക്കറിയാം 2 തരത്തിലാണ് സ്ഫോടക വസ്തുക്കളുടെ ഉപയോഗം. ഒന്ന് നമ്മുടെ ഈ പാറമടകൾ, അംഗീകൃത പാറമടകൾക്ക് അവർക്ക് പാറ പൊട്ടിക്കാനായിട്ട് ഇത്ര സാധനം കൊടുക്കും. അതിന് എക്സ്പ്ലോസീവ് ആക്ട് അനുസരിച്ച് ലൈസൻസ് ഉണ്ട്. ആ ലൈസൻസ് പ്രകാരം അതീവ സുരക്ഷയോടുകൂടിയായിരിക്കും ഈ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവരുന്നത്. സ്ഫോടക വസ്തുക്കൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ചെറിയൊരു തീപ്പൊരി വീണാൽ മതി ഇത് പൊട്ടിത്തെറിക്കാൻ പറ്റും. അതേസമയം ഈ സമീപകാലത്ത്, അതായത് ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ പാറമടകൾ നിർത്തിവെച്ചിരിക്കുക. അതായത് എനിക്കൊരു 2ാം പിണറായി സർക്കാർ കയറിയതിനു ശേഷം ഈ പാറമടകളുടെ അനുമതി ഇവർ നിഷേധിച്ചു. ഓരോ കാരണം പറഞ്ഞ് ഒരു പാറമടയ്ക്കും പ്രവർത്തനാനുമതി കൊടുത്തിരുന്നില്ല. പിന്നെയും പ്രവർത്തിച്ചിരുന്നതൊക്കെ മന്ത്രിമാരെയൊക്കെ ബന്ധുക്കളുടെ പാറമടയാണ് പ്രവർത്തിച്ചിട്ടുണ്ട്, മന്ത്രിമാർക്ക് വേണ്ടപ്പെട്ടവരുടെയൊക്കെ. അതെന്തിനായിരുന്നു എന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ പാറമടയ്ക്ക് പ്രവർത്തനാനുമതി കൊടുക്കാതിരുന്ന എന്തിനാണെന്ന് അറിയാമോ? അവസാനം വന്നപ്പോൾ ഇവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, അതിന് പണം വേണമല്ലോ. ആ സമയത്ത് എല്ലാ പാറമടകൾക്കും തുടർ പ്രവർത്തനാനുമതി ഇവർ കൊടുത്തു. ആ സമയത്താണ് കൊടുക്കുന്നത്. ഇത് പല റെഡ് സോണിലുള്ളതാണ് എന്നുള്ള എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ച് കണ്ണു അടച്ച് മുഴുവൻ പാറമടകൾക്കും പ്രവർത്തനാനുമതി കൊടുത്തു. ബാറുകളുടെ സമയം കൂട്ടി. ആ വഴിക്ക് നിന്ന് കിട്ടിയ തുട്ടും കൊണ്ടാണ് ഈ ഇലക്ഷനെ നേരിട്ട് നാട് മുഴുവൻ അയാളുടെ ഫുൾ ഫിഗറും തലയും വെച്ച് ഞാനല്ലാതെ മറ്റാരെന്ന് പറഞ്ഞുള്ള ഫ്ലെക്സ് വെച്ചുകൊണ്ട്. അപ്പോൾ ഇതിനിടയ്ക്കും പാറമടകൾ ആരും കാണാതെ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റുന്നു? പ്രവർത്തനാനുമതി പാറമടകൾക്ക് നിഷേധിച്ച് കിടക്കുമ്പോൾ ഇവർക്ക് സ്ഫോടക വസ്തു കിട്ടില്ല. അങ്ങനെ വരുമ്പം അവിടെ പൊട്ടിക്കണമല്ലോ. എനിക്കറിയാം, നമ്മുടെയൊക്കെ പല സുഹൃത്തുക്കളും അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ 2 ബ്ലാസ്റ്റ് ഒരു ദിവസം നടത്തുക. എന്നിട്ട് ഇത് കട്ടടിക്കും. പോലീസുകാർക്കും മൈനിങ് ആൻഡ് ജിയോളജിക്കും പൈസ കൊടുത്തിട്ട് ഡെയിലി 2 ബ്ലാസ്റ്റ് നടത്തും. രാവിലെ 10 മണിക്കും വൈകിട്ട് 4 മണിക്കും 2 ബ്ലാസ്റ്റ് നടത്തും. അപ്പോൾ ഈ ബ്ലാസ്റ്റ് നടത്താൻ ഇവരുടെ കയ്യിൽ സ്ഫോടക വസ്തു എവിടുന്ന് വരും? ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവർ വ്യാപകമായി ഈ ക്വാറികൾ അനുമതി നൽകിയതോടത്തേക്ക് കൊണ്ടുവന്നിരിക്കേണ്ടതെല്ലാം എല്ലായിടത്തും വിതരണം നടത്താനായിരിക്കും. മാത്രമല്ല നല്ല കൊള്ള ലാഭത്തിന് ഇതിൽ വിൽക്കാൻ ചെയ്യായിരിക്കും. അല്ല, ഈ അനുമതി ഉള്ളതിനൊപ്പം അനുമതി ഇല്ലാത്തടത്തും പൊട്ടിക്കണം. അതായത് ഇതുവരെ ക്വാറി തുടങ്ങാൻ അനുവദിച്ചില്ലാത്തടത്ത് ഇവന്മാർ പൊട്ടിക്കുന്നവരുണ്ട്. നാട്ടുകാരെയൊക്കെ വെല്ലുവിളിച്ചല്ലേ അവന്മാർ നേതാക്കന്മാർക്ക് പൈസ കൊടുത്ത് പൊട്ടിക്കുന്ന സ്ഥലമുണ്ട്. കേരളത്തിൽ എല്ലാ മുന്നണിക്കും പൈസ കൊടുത്തോണ്ട് അവർ ആരും എതിർക്കാം, ഒരു രാഷ്ട്രീയക്കാരനും. അതെ. അപ്പോൾ അങ്ങനെയുള്ള ആ അടകളിലേക്കുള്ള ഇതും നോക്കണം. ഒപ്പം കേരളത്തിലെ തീവ്രവാദ സംഘടനകളുമായി ഇതിന് ബന്ധമുണ്ടോ? കാര്യം ഇത് ഇവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്. കാരണം കേരളം എന്നത് ഭീകര പ്രവർത്തനത്തിന് പറ്റിയ വളക്കൂറുള്ള മണ്ണാണ്. കാരണം ഇവിടെ ഈ മതേതരത്വത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് രംഗത്തിറങ്ങുന്നവർക്ക് ഇഷ്ടം പോലെ ഇവർ ഈ കൊക്കിനും ചിറകിനും അടിയിൽ ഒരുപാട് പേരെ ഒളിപ്പിക്കുന്നുണ്ട്. അത് എല്ലാ തരത്തിലുള്ള തീവ്രവാദം, നക്സലിസം ഉണ്ട്, അർബൻ നക്സലിസം, മാവോയിസ്റ്റുകളുണ്ട്, അതുപോലെ എന്താ പറയുന്നത് വർഗീയ സംഘടനകളുണ്ട്, അതിനേക്കാൾ അപകടകാരിയായിട്ടുള്ള മറ്റ് ചില ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാവണം ഒരു പക്ഷേ ഈ. അപ്പോൾ ഏതായാലും കേരളത്തിലേക്ക് കേന്ദ്ര സേനകളോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളോ ഒക്കെ തന്നെ കൃത്യമായി നോക്കിയിരുന്ന് പിടിമുറുക്കും എന്നാണ് നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ. അല്ലെങ്കിൽ ഇത്രയും നാൾ മുമ്പ് നടന്നൊരു സംഭവം ഇപ്പോഴവർ വളരെ പെട്ടെന്ന് മിന്നൽ ഇത്ര 4 ജില്ലയിലായിട്ട് അവർക്ക് സംശയിക്കപ്പെടുന്ന വീടുകളിലെല്ലാം ഏതായാലും റെയ്ഡ് നടത്തി. എന്താണെങ്കിലും ഭരണം മാറിയാലും പുതിയ മുഖ്യമന്ത്രി വന്നാലും കേന്ദ്ര ഏജൻസിയുടെ റഡാർ കണ്ണുകൾക്കുള്ളിലാണ് കേരളം എന്നുള്ളത് ഇപ്പോഴത്തെ. അത് ഓർത്ത് ഇവിടുത്തെ പ്രജകൾക്ക് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ജനങ്ങൾക്ക് ആശ്വസിക്കാം എന്നുള്ളതാണ് ഒരു ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം നമ്മളെ രക്ഷിക്കാൻ വേറെ ഒരാളുണ്ട്, അവിടെ ഉണ്ട് എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മളെപ്പോലെ കേരളം പോലുള്ള വളരെ ഫലഭൂയിഷ്ടമായ ജനസാന്ദ്രതയേറിയ ഒരു സ്ഥലത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായാലേ അതിൻ്റെ നഷ്ടം നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അതാണ്.